ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മറ്റൊരു വെറൈറ്റി സ്റ്റോറിയുമായാണ് വന്നിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ കഥകളുടെ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇടാട്ടോ. എല്ലാവരും കഥകൾക്കായി വെയിറ്റ് ചെയ്യാണെന്നറിയാം. പിന്നെ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും തരണേ. ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? വായു. എൻ്റെ പേര് ഫസീന, 28 വയസ്സ്. ഒരു മോളുണ്ട്. ഇക്ക സിംഗപ്പൂർ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ഞാനും മോളും ഇക്കയുടെ ഉമ്മയും പിന്നെ വീട്ടുജോലിക്ക് വരുന്ന സരിത ചേച്ചി മാത്രമാണ്. ബികോം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജോലിക്കൊന്നും പോകുന്നത് ഇക്കയ്ക്ക് ഇഷ്ടമല്ല. കോഴിക്കോട് കുറച്ച് ഉള്ളോട്ട് നീങ്ങിയാണ് താമസിക്കുന്നത്. ഇതാണ് എൻ്റെ ജീവിത സാഹചര്യം. ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആരും അറിയാത്ത എൻ്റെ പച്ചയായ അനുഭവം. എന്നെ കാണാൻ ഒരു അറബി പെണ്ണുങ്ങളുടെ മൊഞ്ചാണ്. സ്വയം പൊക്കി പറയുന്നതല്ല, സത്യമാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ കുവൈത്തിലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ സെറ്റിലായി. ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒറ്റ മോളാണ്. അവർ ഇപ്പോഴും കുവൈത്തിലാണ്. പതിവ് പോലെ ഞാനും ചേച്ചിയും അടുക്കളയിൽ പണിയായിരുന്നു. ചേച്ചി പച്ചക്കറി അരിയുന്നു, ഞാൻ ചിക്കൻ വൃത്തിയാക്കുകയായിരുന്നു. ചേച്ചി ചോദിച്ചു, മോളെ ഫസി, ചേച്ചി നിന്നോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? മോള് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി കാര്യം, നിങ്ങൾ പറയും. ചേച്ചി പറഞ്ഞു, മോൾക്ക് അൻസാർ അടുത്തില്ലാത്തതിൽ ഒരു പ്രശ്നമില്ലേ? ഇങ്ങനെ തനിച്ചിവിടെ സ്നേഹം അനുഭവിക്കാൻ യോഗ്യമല്ലാതെ. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ചേച്ചി പറഞ്ഞു, മോളെ ദാമ്പത്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അല്ല, എന്താ ചേച്ചി അങ്ങനെ ചോദിക്കാൻ കാരണം? ചേച്ചി പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, ഇതുപോലെ മൊഞ്ചുള്ളൊരു പെണ്ണിനെ ഇവിടെ ആക്കി അൻസാർ മോൻ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോ ചേച്ചി, മനുഷ്യനെ കളിയാക്കാതെ. അല്ലെങ്കിൽ തന്നെ മുഖം വരെ മറച്ചു നടക്കുന്ന ആളാണ് ഞാൻ എന്നെല്ലാവരും പറയുന്നത്. ചേച്ചി പറഞ്ഞു, അത് ശരിയാ, നീ ഒരു പാവം ഉമ്മച്ചി കുട്ടിയാ. പക്ഷെ നിന്നെ കാണാത്തവരായിരിക്കും നാട്ടിൽ, പക്ഷെ വീട്ടിൽ വന്നാൽ നിന്നെ കാണാമല്ലോ. അങ്ങനെ കണ്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ് നിങ്ങളുടെ നിക്കാഹിന്. ഞാൻ ചോദിച്ചു, ചേച്ചി ആരാണ് ആ ഒരാൾ? ആദ്യം അത് പറ. ചിക്കൻ കുക്കറിലിട്ടു ഞാൻ ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ഒരാളല്ല മോളെ, അവരോട് ചോദിക്കരുത്. നമ്മുടെ അങ്ങാടിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന മധുവും മജീദും. ഞാൻ പറഞ്ഞു, അയ്യോ, ആ കിളവന്മാരോ? ചേച്ചി പറഞ്ഞു, കിളവന്മാർക്ക് വരെ നിന്നെ നോട്ടമുണ്ട്. ഞാൻ പറഞ്ഞു, ഓ ചേച്ചി, ഞാൻ കുളിക്കാൻ പോവാ, എന്നിട്ട് വേണം നിസ്കരിക്കാൻ. അടുക്കളയിൽ നിന്നു റൂമിൽ പോയി ഡ്രസ്സെല്ലാം എടുത്തു കുളിക്കാൻ കയറി. എൻ്റെ ഉള്ളിൽ ചേച്ചി പറഞ്ഞത് തിരത്തല്ലി കളിച്ചു. അവർ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നതും എല്ലാം മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നു. നല്ല തണുത്ത വെള്ളം ഷവറിൽ നിന്നും വന്നു എൻ്റെ ദേഹത്തു കൂടി ഒഴുകി. റൂമിൽ നിന്നും ഡ്രസ്സ് മാറുന്നു മുമ്പ് സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി. ചുവപ്പ് കൂടിയുള്ള വെളുത്ത എൻ്റെ ശരീരം നല്ലവണ്ണം തിളങ്ങി നിന്നു. പിന്നെ എൻ്റെ കോട്ടൺ ചുരിദാറും അടിവസ്ത്രമെല്ലാം ഇട്ടു. തട്ടം മുടിയിൽ ചുറ്റി ലോഷൻസ് എല്ലാം തേച്ചു. പിന്നെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് തന്നെ ചെന്നു. ചേച്ചി ചോദിച്ചു, മോള് കുളിച്ചോ? കറി ആയിട്ടുണ്ട്, ചോറ് ഇപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ അലക്കിയിട്ട് വരാം. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ഊരിയിട്ട ഡ്രസ്സ് ബാത്റൂമിലാണ്, ഞാൻ പോയി എടുത്തു വരാം. ചേച്ചി പറഞ്ഞു, വേണ്ട, മോൾ ഇവിടെ നിന്നോ, ഞാൻ പോയി എടുത്തു വരാം. ചേച്ചി എൻ്റെ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഫോൺ റൂമിലാണല്ലോ. ഹലോ, ഇക്ക വിളിക്കുന്ന സമയവും ഞാൻ റൂമിലേക്ക് ഫോൺ എടുക്കാൻ പോയി. റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. എൻ്റെ ഊരിയിട്ട തുണി ബെഡിലിട്ട് ചേച്ചി ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. ക്യാമറയുടെ ഫ്ലാഷ് മിന്നുന്നുണ്ട്. എന്നെ കണ്ടതും ഫോൺ സാരിത്തലപ്പിൽ കൂട്ടിപ്പിടിച്ച് വെപ്രാളം കൊണ്ട് നിന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ കാണിക്കുന്നത്? എനിക്ക് ഉള്ളിലൊരു അങ്കലാപ്പ് വന്നു. ചേച്ചി, ഇത് എന്തിനാ ബെഡിൽ വെച്ച് ഫോട്ടോ എടുത്തത്? ചേച്ചി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അടുത്തു പോയി ഫോൺ പിടിച്ചു വാങ്ങി നോക്കി. ചേച്ചി നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല.